പരമ്പരയിൽ ഇന്ന് നമ്മൾ അല്പനേരം വിചാരം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയം ആത്മവിശ്വാസം തരുന്ന ദർശനങ്ങൾ എന്ന ഒരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നാട് ഉയർത്തിപ്പിടിക്കുന്ന ചില ജീവിത മൂല്യങ്ങളുണ്ട്. ആ നാടിൻ്റെ സാംസ്കാരികവും ധാർമ്മികവും ആധ്യാത്മികവുമൊക്കെയായ ജീവിത സങ്കല്പങ്ങളെ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ നാട് കാലങ്ങളായി സ്വരൂപിച്ച ജീവിതത്തെക്കുറിച്ചുള്ള, മൂല്യവത്തായ ജീവിതത്തെക്കുറിച്ചുള്ള, ആദർശഭരിതമായ ജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് ആ നാട് ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്ന ചില ജീവിത ആദർശങ്ങളുണ്ടാകും. അത്തരം ചില ജീവിത ആദർശങ്ങളാണ് ആ നാടിനെ സമൂഹത്തിന്റെ മുന്നിൽ അവിടുത്തെ പൗരന്മാരെ രൂപപ്പെടുത്തുന്ന, അവിടുത്തെ ജീവിതങ്ങൾക്ക് ആശയപരമായ കരുത്തു നൽകുന്ന അത്തരം ചില ജീവിത ദർശനങ്ങളാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സ്വത്തായി നാം കണക്കാക്കുന്നത്. നാം ശാസ്ത്രത്തിലും സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ നേടിയ നേട്ടങ്ങൾ ലോകത്തിൻ്റെ പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒരു നാടിൻ്റെ മനുഷ്യ വിഭവം, ആ നാടിൻ്റെ പൗരന്മാർ എത്രത്തോളം ഗുണനിലവാരത്തോടെയാണ് ജീവിക്കുന്നത്, എത്രത്തോളം അർത്ഥവത്തായിട്ടാണ് അവർ ജീവിതമെന്ന യാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചാണ് വാസ്തവത്തിൽ ഒരു സംസ്കാരത്തിൻ്റെ മൂല്യം കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, ഭാരതം കാലങ്ങളായി അതിൻ്റെ സാംസ്കാരിക യാത്രയിൽ, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുന്നോട്ട് വെച്ച ചില ജീവിത ആദർശങ്ങളുണ്ട്. ഒരുപക്ഷെ ലോകത്തിൻ്റെ പല സംസ്കാരങ്ങളും അതിൻ്റെ ചിന്തയുടെ ബാല്യദശയിൽ ജീവിച്ചപ്പോൾ നമ്മുടെ രാജ്യമായതുകൊണ്ട്, ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ എൻ്റെ സംസ്കാരത്തെ പുകഴ്ത്തി പറയുന്നു എന്ന ഒരു ധാരണയ്ക്ക് ഇവിടെ സാധ്യതയില്ല. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുമ്പോഴും നമ്മൾ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെയും അവസരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലയിടങ്ങളിൽ ജീവിക്കുന്നുണ്ട്, ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നുണ്ട്. നാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോകത്തിന്റെ പലയിടങ്ങളിൽ പോകുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ പല ലോകരാഷ്ട്രങ്ങളുടെ പലയിടങ്ങളിൽ നമ്മുടെ കുട്ടികൾ ജോലിയെടുക്കുന്നു, പഠിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴും നാം ഇന്നൊരു വിശ്വപൗരനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ രൂപപ്പെടുത്തുന്ന ചില ജീവിത ആദർശങ്ങൾ, അത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ ജീവിത വ്യവസ്ഥയെ രൂപപ്പെടുത്തിയ ചില ആശയങ്ങൾ നമുക്കെന്നും കരുത്തു തരുന്ന ആശയങ്ങളാണ്. ലോകത്തോട് മുഴുവൻ നാം കടപ്പെട്ടിരിക്കുമ്പോഴും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാം നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോഴും, നമ്മുടെ അടിസ്ഥാനപരമായ പൈതൃകം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മെ നാമാക്കി നിലനിർത്തുന്ന സ്വത്വം എന്ന് പറയുന്നത്, അത് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരം തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള അവബോധമാണ് ലോകത്തിൽ നടത്തിയ പല പഠനങ്ങളും തെളിയിക്കുന്നത്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന അയാളുടെ പൈതൃകം, അതിൽ അഭിമാനത്തോടു കൂടി അതിലേക്ക് അയാൾ തിരിച്ചു വരുമ്പോഴാണ് അയാൾ മൂല്യവത്തായ ജീവിതം നയിക്കുന്നത് എന്ന് തന്നെയാണ്. അതായത് നാഭീനാള ബന്ധമുള്ള
അവന്റെ കുടുംബ പൈതൃകവുമായി, അവന്റെ സ്വദേശത്തിന്റെ പൈതൃകവുമായി, അവന്റെ രാഷ്ട്ര പൈതൃകവുമായി നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത നാഭീനാളബന്ധമുണ്ട് എന്നർത്ഥം. ഭാരതത്തിന് ഇത്തരമൊരു പൈതൃകം നാം ആലോചിച്ചു നോക്കിയാൽ, നമ്മുടെ ഈ പൈതൃകം രൂപപ്പെട്ട് വന്നത് വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിലെ വരികളുണ്ട്. ഇന്നത്തെ പാശ്ചാത്യന്മാരുടെ, യൂറോപ്യന്മാരുടെ സംസ്കാരത്തിന്റെ തനിമയുള്ള ദേശങ്ങളാണല്ലോ ഇതൊക്കെ. യൂറോപ്യന്മാരുടെ പൂർവികന്മാർ വനാന്തരങ്ങളിൽ നീലച്ചായം പുരട്ടി പ്രാകൃത ജീവിതം നയിച്ചിരുന്ന, സംസ്കാരത്തിന്റെ ബാല്യദശയിൽ ജീവിച്ചിരുന്ന കാലത്ത്, അവർ സംസ്കാരത്തിലേക്ക് പിച്ചവച്ച് തുടങ്ങുന്ന ബാല്യദശയിൽ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഭാരതത്തിൽ വേദേതിഹാസങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, പുരാണങ്ങളും ഉന്നതങ്ങളായ ചിന്തകളും രൂപപ്പെട്ടിട്ടുണ്ട്, ദർശനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, ഭാരതീയമായ ശാസ്ത്ര പദ്ധതികൾ രൂപപ്പെട്ടിട്ടുണ്ട്, ഉപാസനാ പദ്ധതികൾ രൂപപ്പെട്ടിട്ടുണ്ട്, സ്വയം സംസ്കരിക്കുന്നതിന് വേണ്ടി ധ്യാന സമ്പ്രദായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. യോഗദർശനം പോലെ ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും കരുത്തുള്ളവരാക്കുന്ന ദർശനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വേദാന്ത ദർശനം പോലെ ചിന്തയിലെ ഉന്നതമായ ആശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ലോക സംസ്കാരത്തിന്റെ ബാല്യദശയിൽ പിച്ചവച്ച് തുടങ്ങുന്ന ഒരു കാലത്ത് ഇവിടെ പ്രൗഢമായ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, പ്രൗഢമായ ഒരു സംസ്കാരമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഒരു ഭാരതീയൻ രൂപപ്പെടേണ്ടത് നമ്മുടെ തൊഴിലിനു വേണ്ടിയോ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയോ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നാം വിശ്വപൗരനായി ജീവിക്കുമ്പോഴും ഒരു ഭാരതീയൻ രൂപപ്പെടേണ്ടത്, അയാളുടെ ഒരു രൂപപ്പെടലിന്റെ കാലമുണ്ടല്ലോ. ഈ രൂപപ്പെടലിന്റെ കാലത്ത്, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് പുതിയ തലമുറയോടായിരിക്കും. രൂപപ്പെടുന്ന കാലത്ത് നാം നമ്മുടെ സ്വത്വം എന്താണെന്ന്, നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന സ്വത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ഭാവാത്മകമായി, കാരണം ഒരു വലിയ ജീവിതം മുന്നിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതം കഴിഞ്ഞവരോടല്ല, ജീവിതം മുന്നിലുള്ളവരോടാണ് ഭാരതം സംസാരിച്ചത്. കാരണം ഒരു വലിയ ജീവിതം മുഴുവനും സാർത്ഥകമായി ജീവിച്ചു തീർക്കേണ്ട, ആനന്ദത്തോടെ ജീവിച്ചു തീർക്കേണ്ട, മൂല്യവത്തായി ജീവിച്ചു തീർക്കേണ്ട ബാല്യകൗമാരങ്ങളോടാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളായ ആശയങ്ങൾ നാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ബാല്യം എന്നതിന് തൽക്കാലം ശരീരത്തിന്റെ ബാല്യം എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും നമ്മുടെ പ്രായം, നമ്മളെപ്പോഴും പറയില്ലേ, ജീവിതം, വയസ്സെന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. മറിച്ച് ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള, ജീവിതത്തിൽ മാറാൻ തയ്യാറാവുന്ന നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവത്വം ആരംഭിക്കുന്നത്. എനിക്ക് ജീവിതത്തിന് കരുത്തുള്ള ഒരു ദർശനം, എനിക്ക് ജീവിതത്തിൽ കരുത്തായി വേണമെന്നൊരാൾക്ക് തോന്നുന്ന നിമിഷത്തിലാണ്, ആ മാറ്റത്തിന് തയ്യാറെടുക്കുന്ന നിമിഷത്തിലാണ് വാസ്തവത്തിൽ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഭാരതം എപ്പോഴും യുവത്വം എന്ന് അഭിസംബോധന ചെയ്തത് പ്രായത്തിന്റെ യുവത്വത്തെ ആയിരുന്നില്ല, പ്രായത്തിന്റെ യുവത്വത്തെ കൂടാതെ മനസ്സിന്റെ ഉൾക്കൊള്ളാൻ കഴിവുള്ള യുവത്വത്തെ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ആത്മവിശ്വാസം തരുന്ന, ജീവിതത്തിന് കരുത്തായ ഒരു ദർശനം ഈ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായി നമ്മുടെ ഋഷിമാർ ബോധപൂർവം ഉൾച്ചേർത്തിരുന്നു എന്നതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് മികച്ചതിനെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ഋഷിമാർ ആഗ്രഹിച്ചിരുന്നു. ഏറ്റവും മികച്ച, അതെന്തിലായാലും, അത് കലയിലായാലും സാഹിത്യത്തിലായാലും ശാസ്ത്രത്തിലായാലും സാങ്കേതികതയിലായാലും ജീവിതത്തിലായാലും ഏറ്റവും മികച്ചതുകളെ സൃഷ്ടിക്കുക, അതിനു വേണ്ട
വിദ്യാഭ്യാസമാണ് വാസ്തവത്തിൽ ഈ നാടിന്റെ പൗരന്മാർക്ക് കൊടുത്തിരുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ഋഷിമാരൊക്കെ പറയും, വിവേകാനന്ദ സ്വാമികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യനിർമ്മിതിയാണ് വിദ്യാഭ്യാസം എന്നത്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സമ്പ്രദായ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന, സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വിദ്യാഭ്യാസം ഒരുപക്ഷെ നമുക്ക് നല്ല റാങ്ക് മേടിക്കുന്നതിനോ നല്ല മാർക്ക് മേടിക്കുന്നതിനോ ഡിഗ്രികൾ കരസ്ഥമാക്കുന്നതിനോ നമ്മളെ ഒരു ജീവിതത്തിന് ഉതകുന്ന ഒരു പൊസിഷനിൽ എത്തിക്കുന്നതിനോ സഹായിക്കും. വിദ്യാഭ്യാസത്തെ വാസ്തവത്തിൽ നമുക്ക് രണ്ടായി മനസ്സിലാക്കാം എന്ന് തോന്നുന്നു. അത് ഒന്ന് ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ്, മറ്റൊന്ന് ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസമാണ്. ഇതിന് വലിയ പ്രസക്തിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് നാം സർവകലാശാല വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിക്ക് നൽകുന്നത്. അവനെ അക്ഷരം അഭ്യസിപ്പിച്ചു തുടങ്ങുന്ന കാലം മുതലേ നാം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ ഏറ്റവും നല്ല സ്കൂളുകളിൽ കൊണ്ടയാക്കുന്നു. കുട്ടികൾക്ക് സുഖമായി വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ലോകത്തിന്റെ ഏതിടത്ത് വിട്ടും നമ്മൾ നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു. കാരണം അവന് മികച്ച വിദ്യാഭ്യാസം കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്? മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. മികച്ച തൊഴിൽ ലഭിച്ചത് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അയാളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായത് അയാൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് എന്ന് ആധുനിക തലമുറയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് നാം അയാൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം പോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം. നോക്കൂ, ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം നേടുകയും ജീവിതം എന്ന വിശാലമായ സാധ്യത തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നതാണ് പലപ്പോഴും ആധുനിക തലമുറയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായി നാം തിരിച്ചറിയേണ്ടത്. കാരണം നമ്മുടെ പുതിയ തലമുറ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലാണ്, ചിന്താപരമായി അവർ വളരെ മുന്നിലാണ്, തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന തലമുറയാണ്. അവരുടെ ചിന്ത വളരെ മുന്നിൽ സഞ്ചരിക്കുന്നു, കാലത്തിന് ദിശാബോധം നൽകിക്കൊണ്ട് മുന്നിൽ സഞ്ചരിക്കുന്ന ചിന്തയാണ്. ഇപ്പൊ പുതിയ തലമുറയെ കുറിച്ച് പല കാര്യങ്ങളിലും നമുക്ക് അഭിമാനത്തോടെ നോക്കിക്കാണാവുന്ന നേട്ടങ്ങൾ, കഴിവുകൾ നമ്മുടെ പുതിയ തലമുറയ്ക്കുണ്ട്. അവരെ സംഘടിപ്പിക്കാനുള്ള കഴിവ് വളരെ വലുതാണ്, അവരുടെ ആശയങ്ങൾ വളരെ വലുതാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പുതിയ തലമുറ പകച്ചു പോകുന്നത്, നമ്മൾ വിദ്യാർത്ഥികളോട് നിരന്തരമായി ഇടപെടുമ്പോൾ, നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ കുട്ടികളോട് നിരന്തരമായി ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ കഴിവിൽ മികച്ചവരാണ്, അവർ ആശയങ്ങളിൽ മികച്ചവരാണ്, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും അവർക്കുണ്ട്. നമ്മളൊക്കെ പറയാറില്ലേ, ഈ ടെക്നോളജിയൊക്കെ നമ്മുടെ കുട്ടികൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും, അതിലൊക്കെ വലിയ ശ്രദ്ധയോടുകൂടി അവർക്ക് ഇടപെടാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതിനു പിന്നിലുള്ള അവബോധത്തോടു കൂടിയിട്ടുള്ള ഒരു ഭാവാത്മകമായ സാധ്യത അതിനു പിന്നിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് പെട്ടെന്ന് മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോവുകയും ഒരു തീരുമാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ താൻ പിഴച്ചു പോയാൽ വല്ലാതെ ആ കയറിയ ഉന്നതങ്ങളിൽ നിന്നും പെട്ടെന്ന് മനസ്സുകൊണ്ട് താഴേക്ക് വരുന്ന, അപ്പോ ബുദ്ധിപരമായി ഉന്നതിയിൽ നിൽക്കുകയും വൈകാരികമായി ഒരു സമന്വയം, സമത്വം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത്, നാം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലല്ലോ അതിന് പ്രതിവിധി അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം സമൂഹത്തിന്റെ പലയിടത്തും നാം
ദർശിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് കരുത്തുള്ള മനസ്സുകളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം നാം നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുത്തേ മതിയാകും. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ വൈകാരികമായി കരുത്തുള്ള ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുത്തേ മതിയാകും. ഇത് അവർ നേടുന്ന, ലോകത്തിന്റെ എല്ലായിടത്തും പോയി അവർ നേടുന്ന ഒരു മികവുണ്ടല്ലോ, ജീവിത വിജയമുണ്ടല്ലോ. ഈ ജീവിത വിജയത്തെ വളരെ സമീകരിച്ച മനസ്സോടുകൂടിയിട്ട്, ശാന്തമായ മനസ്സോടുകൂടിയിട്ട് ജീവിതത്തിലെ വിജയങ്ങളെ ആസ്വദിക്കാനും ജീവിതത്തിലെ പരാജയങ്ങളിൽ തകർന്നു പോകാതിരിക്കാനും ജീവിതത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കാനും പുതിയ തലമുറയ്ക്ക് കരുത്തേകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഭാരതം വിഭാവനം ചെയ്ത വിദ്യാഭ്യാസം ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല, മറിച്ച് ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും എന്ന് നാം ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമാന്തരമായി ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുടുംബങ്ങളാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം നിർവഹിച്ചിരുന്നത്. സമാന്തരമായി ഒരു വിദ്യാഭ്യാസം കൂടി നമ്മുടെ കുടുംബ സംവിധാനത്തിൽ രൂപപ്പെടുത്തിയിരുന്നു. ഇതവനെ കരുത്തനാക്കുന്നതിന്, മാനസികമായി കരുത്തനാക്കുന്നതിന്, അറിവിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന്, കഴിവുകളെ എങ്ങനെ പരമാവധിയിലേക്ക് എത്തിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് സഹായിച്ചിരുന്നു. ഈ സമാന്തരമായ ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസത്തെയാണ് നാം ആത്മവിശ്വാസത്തിന്റെ ദർശനം എന്ന് പരിചയപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന വലിയ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ, ഉന്നതമായ ജീവിത സാധ്യതകളുള്ള കുട്ടികൾ പലരും അവരുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ എവിടെയൊക്കെയോ കാലിടറി വീഴുന്നത്, എവിടെയൊക്കെയോ അവരുടെ ഉന്നതിയിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കുന്ന, എനിക്ക് അടുത്തിടയ്ക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ നിരന്തരമായി ഇത്തരം ആശയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിലെ ഒരു കുട്ടി ഒരിക്കലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് വലിയ അത്ഭുതം തോന്നി എത്രമാത്രം ആ കുട്ടി തന്നെ സ്വയം നിരീക്ഷിക്കുന്നുവെന്ന്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ചേച്ചി, ഞാൻ ഏത് വേദിയിലും സംസാരിക്കുവാൻ, ആരോടും സംസാരിക്കുവാൻ ഒക്കെ ഞാൻ പ്രാപ്തി നേടിയിട്ടുണ്ട്. എന്നെ തേടി വരുന്ന പ്രശ്നങ്ങളെയൊക്കെ, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും തോറ്റു പോകുന്നത് എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ്. നോക്കൂ, ഇത് പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അവന് സൊസൈറ്റിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അവനൊരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അവന് ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് അവന്റെ തന്നെ സ്ഥിരതയില്ലാത്ത, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, എന്ത് തീരുമാനിക്കണമെന്നറിയാത്ത സ്വന്തം മനസ്സാണ് ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്നത്. എനിക്ക് ഈ കുട്ടി ഇങ്ങനെ പലരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം കേട്ടു. അപ്പൊ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുകയും എന്നാൽ അമിതമായ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്ന തലമുറയുടെ ഒരു പ്രതിനിധിയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ അത്തരത്തിലുള്ളവരോട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ കൂടുതൽ മുതിർന്ന തലമുറയാണ് ഇരിക്കുന്നത്. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മുന്നിൽ വളർന്നു വരുന്ന, അത് നമ്മുടെ കുട്ടിയായിക്കോട്ടെ, സമൂഹത്തിനപ്പുറത്ത് മറ്റുള്ള കുട്ടികളായിക്കോട്ടെ, ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ കരുത്തുള്ള പൗരന്മാരാണ് നമ്മുടെ മുന്നിൽ ജീവിക്കുന്നത്. അവരോട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അവരോട് നാം സംസാരിക്കേണ്ടത് ജീവിതത്തെക്കുറിച്ചാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ജീവിതത്തെക്കുറിച്ചാണ് ഭാരതത്തിലെ ഋഷിമാർ നമ്മളോട് സംസാരിച്ചത്. അത് ആത്മീയതയെന്നോ ഭൗതികതയെന്നോ വേർതിരിച്ചില്ല. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, യുദ്ധക്കളത്തിൽ തകർന്നു പോയ അർജുനനോട് കൃഷ്ണൻ, ഇനി ഞാൻ നിന്നോട് കുറച്ച്
ഭാരതീയ ഇന്ത്യൻ ഫിലോസഫിയിലെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ വന്നിരിക്കൂ എന്നല്ല അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്. തകർന്നുപോയി അർജുനൻ. ഏറ്റവും മിടുക്കനായിരുന്നു, ഏറ്റവും കരുത്തനായിരുന്നു. ജീവിതത്തിലെ ഒരു നിർണായക പ്രതിസന്ധിക്ക് മുന്നിൽ തകർന്നുപോയ അർജുനനോട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ആകുലപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ കൃഷ്ണൻ പറഞ്ഞു, ഇവിടെ ഇരിക്ക്, കുറച്ച് ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിച്ചു തരാം നിനക്ക്, ഭാരതീയ ദർശനങ്ങൾ, വേദദർശനമൊക്കെ കുറച്ച് പഠിപ്പിച്ചു തരാം നല്ല അർജുനനോട് പറഞ്ഞത്. അർജുനനോട് പറഞ്ഞത്, ഇവിടെ ഇരിക്കൂ, നീ ഇങ്ങനെ തകർന്നു പോകല്ലേ, നീ നിന്റെ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നീ തകർന്നു പോകല്ലേ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരം തപാ. എഴുന്നേൽക്ക്. അർജുനൻ പറഞ്ഞു, ഞാൻ എങ്ങനെ എഴുന്നേൽക്കും? എനിക്ക് ജീവിക്കാൻ ഭയമാണ്, എനിക്ക് മുന്നിലിരിക്കുന്നവരെ അഭിമുഖീകരിക്കാൻ ഭയമാകുന്നു. എന്റെ ബന്ധുക്കൾ എന്റെ മുന്നിൽ നിൽക്കുന്നു, എന്റെ സുഹൃത്തുക്കൾ എന്റെ മുന്നിൽ നിൽക്കുന്നു, ഞാൻ എങ്ങനെ ഈ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കും? അർജുനന് യുദ്ധമായിരുന്നു പ്രശ്നം. നമുക്കാർക്കും എന്തായാലും ജീവിതത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മുടെ അല്ലാതെ ആകുന്നില്ല. നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരില്ലായിരിക്കാം, പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കേണ്ടി വരും. ഈ സമയത്ത് എങ്ങനെയാണ് കൃഷ്ണൻ അർജുനനോട് സംസാരിച്ചത് എന്നത് നമുക്ക് വലിയ കരുത്തു തരും. അങ്ങനെ തേർത്തട്ടിൽ തകർന്നിരുന്ന അർജുനനോട് കൃഷ്ണൻ സംസാരിച്ചത് ജീവിതമാണ്. എന്താണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന ജീവിതം എന്നാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. ജീവിതം പറയുക എന്നാൽ, ജീവിതത്തെ കുറിച്ച് സംസാരിക്കുക എന്നാൽ, ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുക എന്നാൽ അത് സ്വാഭാവികമായും ആത്മീയതയാകുന്നു. അപ്പൊ ആത്മീയത പറയുക എന്നല്ല, ആത്മീയ പ്രഭാഷണം എന്നുമല്ല പറയേണ്ടത്, ജീവിതം സംസാരിക്കുന്നു. ആത്മീയ പ്രഭാഷണം എന്ന് പറഞ്ഞാലുള്ള നമ്മുടെ പുതിയ തലമുറയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? അവിടെ കുറച്ച് പ്രായമായവര് പോയിരുന്നോട്ടെ, വയസ്സായവര് പോയിരുന്നോട്ടെ, അവർക്ക് കേൾക്കാനുള്ളതായിരിക്കും. ഞാനെപ്പോഴും ഈ കോവിഡ് സമയത്തൊക്കെ മുതിർന്ന ആൾക്കാരോട് സ്ഥിരമായി കുറെ പേരോട് സംസാരിക്കുക എന്നത് ഞാനൊരു ഉത്തരവാദിത്തമാക്കി എടുത്തിരുന്നു. കാരണം ഒറ്റയ്ക്കിരിക്കുന്ന അമ്മമാര് ധാരാളം പേരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ നിരന്തരമായിട്ട് ഈ പ്രത്യേകിച്ച് അമ്മമാരോട് അങ്ങനെ ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ച് ധാരാളം അമ്മമാരോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഭഗവത്ഗീതയൊന്നും അല്ല ഞാൻ സംസാരിച്ചത്. ചിലപ്പോ വെറുതെ സാധാരണ വീട്ടിലെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങിക്കൊണ്ടായിരുന്നു സംസാരം തുടങ്ങിയത്. പക്ഷെ അത് സ്വാഭാവികമായി ജീവിതത്തെ പറ്റി സംസാരിക്കുക എന്നാൽ അത് ഉന്നതമായ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നതായി മാറുന്നു. അപ്പൊ നമ്മള് ആത്മീയ പ്രഭാഷണം എന്നൊരു ലേബൽ ഇട്ടാൽ നമ്മുടെ കുട്ടികൾ വിചാരിക്കും, ഓ അത് ഞങ്ങളൊന്നും പോയിരിക്കേണ്ട കാര്യമല്ല, അത് മുതിർന്നവർ പോയിരുന്നോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളുടെ കുട്ടികളോട് മുതൽ സംസാരിച്ചു തുടങ്ങേണ്ടത് ഒരു വ്യക്തി എങ്ങനെ ആത്മാഭിമാനത്തോടെ ജീവിതമെന്ന വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കണം, ജീവിതമെന്ന വലിയൊരു സാധ്യതയെ. ഈ ഒരിടത്ത് തന്നെ പ്രതിസന്ധിയുമുണ്ട്, സാധ്യതയുമുണ്ട്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവന് ജീവിതം ഏറ്റവും ആനന്ദകരമായ കാര്യവുമാണ്. അത് ഈ കടല് പോലെയാണ്. കടൽ വലിയൊരു സാധ്യതയുമാണ്. നീന്തൽ അറിയാത്തവന് കടൽ വലിയൊരു പ്രശ്നവുമാണ്. കടലിൽ പെട്ടുപോയാൽ അല്ലെങ്കിൽ ഒരു നദിയിൽ പെട്ടുപോയാൽ നീന്തൽ അറിയാവുന്നവൻ സുഖമായി നീന്തി വളരെ സന്തോഷത്തോടു കൂടി കരയ്ക്ക് അടുക്കുകയും അല്ലാത്തവൻ അതിന്റെ തിരയിലും അതിന്റെ ചുഴിയിലും അതിന്റെ ഭയാനകതയിലും പെട്ട് തകർന്നു പോവുകയും ചെയ്യും. അപ്പൊ ഈ ജീവിതത്തിന്റെ ഒരു ആർട്ടുണ്ട്. സംപൂജ്യ ചിന്മയാനന്ദ സ്വാമിജി ഭഗവത്ഗീതയ്ക്ക് നൽകിയ വ്യാഖ്യാനത്തിന്
ഇട്ടിട്ടുള്ള മനോഹരമായ ഒരു പേരുണ്ട്. ഭഗവത്ഗീതയെ കുറിച്ചുള്ള സ്വാമിജിയുടെ ലേഖനങ്ങൾക്ക് ആ സമാഹാരത്തിന് ഇട്ടിട്ടുള്ള മനോഹരമായ ഒരു പേര് ദ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എന്നായിരുന്നു. നോക്കൂ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യ കൊടുക്കുന്ന, ഭാരതം കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് ആണ്. 1ാം ക്ലാസ്സിലേക്ക് കുട്ടിയെ കൊണ്ടുവന്ന് ചേർക്കുമ്പോ, കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുവന്ന് ചേർക്കുമ്പോ അവൻ എഴുതേണ്ട പരീക്ഷകളെ കുറിച്ച്, അവൻ ജയിക്കേണ്ട ഡിഗ്രികളെ കുറിച്ച്, അവൻ കടന്നു പോകേണ്ട മാനസികമായ സമ്മർദ്ദങ്ങളെ കുറിച്ച് ഒന്നും അവരെ ആകുലപ്പെടുത്തണ്ട. നിന്നെ ഒരു ആർട്ട് എങ്ങനെയാ നമ്മൾ കാണുന്നത്, ഒരു കല എങ്ങനെയാ നമ്മൾ കാണുന്നത്? റിലാക്സ്ഡ് മൈൻഡോട് കൂടിയിട്ടാണ് അല്ലെ? ഒരു ഡാൻസ് കാണാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ ആരും ഒട്ടും ആകുലപ്പെടില്ല. നല്ല നർത്തകരാണെങ്കിൽ, നല്ല സംഗീതജ്ഞരാണെങ്കിൽ, നല്ല കലാകാരന്മാരാണെങ്കിൽ ചെയ്യുന്നവർക്കും ആനന്ദമാണ്, കാണുന്നവർക്കും ആനന്ദമാണ്. ചെയ്യുന്നവനും ആനന്ദത്തോടു കൂടി ചെയ്യുന്നു, അയാളുടെ ആത്മാവിഷ്കാരം നടത്തുന്ന ആനന്ദത്തോടു കൂടി അയാൾ പാട്ടുപാടുന്നു, കേൾക്കുന്നവർക്കും ആ സന്തോഷം ഉണ്ടാവുന്നു. അപ്പൊ ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് നമ്മുടെ ഋഷിമാരോട് ചോദിച്ചപ്പോൾ ഋഷി മറുപടി പറഞ്ഞത് ലീല പോലെ അനുഭവിക്കണം എന്നാണ്. നമ്മളെപ്പോഴും ഭഗവാന്റെ ലീല എന്നൊക്കെ പറയാറുണ്ട്. ഭഗവാൻ എന്തിനു വേണ്ടിയാ ലീല പോലെ ജീവിച്ചു കാണിച്ചത്? ഭഗവാൻ ലീല പോലെ ജീവിച്ചു കാണിച്ചത് മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. എനിക്ക് ലോകത്തിൽ നഹി പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. എന്റെ അർജുന, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചെയ്യുന്നതിൽ നിന്നും ചെയ്യാത്തതിൽ നിന്നും ഒക്കെ അതീതനായിട്ടുള്ള ആളാണ്. എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? സാധാരണക്കാരായ അനേകം മനുഷ്യർക്ക് ഒരുപക്ഷെ എന്റെ പ്രവൃത്തിയിൽ നിന്നും, ഈ ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ആകാശത്ത് മേഘങ്ങൾക്കൊക്കെ അപ്പുറത്ത് കുറെ പ്രീതിപ്പെടുത്തുന്ന, അവർക്ക് എല്ലാ സൗജന്യവും ചെരിയുന്ന ഒരു ചക്രവർത്തിയെ അല്ല ഭാരതത്തിൽ ഈശ്വരനായി കണക്കാക്കിയത്. ഭാരതീയന്റെ ഈശ്വര സങ്കല്പം ഹൃദയത്തോട് അത്രയും ചേർന്നു നിൽക്കുന്നതാണ്. ഈശ്വര സങ്കല്പം ഒരു കൊച്ചു പുൽനാമ്പിലും ഒരു കുഞ്ഞ് ഉറുമ്പിലും ജീവനായി സ്പന്ദിക്കുന്ന ചൈതന്യത്തെ തൊട്ടറിയാവുന്നതാണ് ഭാരതത്തിലെ ഈശ്വരൻ. അനുഭവിച്ചറിയാവുന്നതാണ് ഭാരതത്തിന്റെ ഈശ്വരൻ. ഹൃദയത്തിൽ അനുഭവമായി നിറയുന്നതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന സങ്കല്പം. അപ്പൊ ഒരു ചക്രവർത്തിയെ ഈശ്വരനായി ഭയപ്പാടോടെ കണ്ടിരുന്ന, ഫിയർ ഓഫ് ദ ഗോഡ് ആയിരുന്നില്ല ഭാരതത്തിന്റെ സങ്കല്പം. അതൊരു പാശ്ചാത്യ സങ്കല്പമാണ്. ദൈവഭയം, ദൈവഭയം എന്ന് പറയുന്നത് ഒരു സെമിറ്റിക് സങ്കല്പമാണ്. ഭാരതത്തില് ഈശ്വരൻ അഭയം, അഭയം എന്നാണ് നമ്മൾ ഈശ്വരനെ വിഭാവനം ചെയ്തത്. എവിടെ നിങ്ങൾ ഭയമില്ലാതാവുന്നോ, ഭയമില്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഭയമില്ലാതാവണമെങ്കിൽ ഏറ്റവും ആത്യന്തികമായി വേണ്ടത് സ്നേഹമാണ് അല്ലെ? ഒരു ഹിന്ദി സിനിമാ ഗാനത്തിൽ കേട്ടിട്ടില്ലേ, പ്യാർ കിയാ തോ ഡർനാ ക്യാ. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പൊ ഈശ്വരനോട് നമുക്കുണ്ടാവേണ്ട അഭയം ഈശ്വരൻ എന്ന് പറഞ്ഞ സ്ഥിതി നമ്മൾ എല്ലാ ഈശ്വര സങ്കല്പങ്ങളും കണ്ടിട്ടില്ലേ? അഭയമുദ്രയുണ്ടാകും കയ്യിൽ. മഹേശ്വരന്റെ സങ്കല്പമുള്ളപ്പോഴൊക്കെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മാർക്കണ്ഡേയനെയാണ്. ഭഗവാന്റെ ചിത്രത്തിൽ, ഭഗവാന്റെ ശിവലിംഗത്തിൽ വിടാതെ പിടിച്ചിരിക്കുന്ന മാർക്കണ്ഡേയന്റെ സങ്കല്പം കൂടെ വരും. എന്തുകൊണ്ടാണത്? അഭയം. യാതൊരു ആകുലതയുമില്ലാതെ ധൈര്യപൂർവം എത്താവുന്ന ഇടമാണ് നമുക്ക് ഈശ്വരൻ. അല്ലാതെ നിഗ്രഹിക്കുന്ന, ശപിക്കുന്ന ഒരു സങ്കല്പമായിരുന്നില്ല ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അഭയത്തോടൊപ്പം മറ്റൊന്നും കൂടി ഉണ്ട്, അത് കരുതലാണ്. എന്തിനു വേണ്ടിയാണ് ആയുധം കയ്യിൽ ധരിച്ചിരിക്കുന്നത്? ആയുധത്തിന് രണ്ട് സാധ്യതകളുണ്ടല്ലോ, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും സാധ്യതയുണ്ട്, രക്ഷിക്കാനും ശിക്ഷിക്കാനും സാധ്യതയുണ്ട്.
അപ്പോ ഒരിടത്ത് അഭയവും ഒരിടത്ത് സംരക്ഷണവും എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈശ്വരൻ എന്ന് പറയുന്ന നമ്മിൽ നിന്ന് അന്യമല്ലാത്ത സാന്നിധ്യത്തിന് നാം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശാലമായ ഈശ്വര സങ്കല്പത്തിലേക്ക് ഉപനയിക്കുന്നതായിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശാലതയിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു നമ്മുടെ ഈശ്വര വിശ്വാസം. കുട്ടിക്കാലം മുതലേ അമ്മ പഠിപ്പിച്ച, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന, വളരെ ചെറുപ്പത്തിലേ നമ്മൾ തുടർന്നിരുന്ന ചില ആചാരങ്ങളുണ്ടല്ലോ. ഇത് അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും, ഞാൻ അമ്മ എന്ന് മാത്രം പറയുന്നില്ല, അമ്മയും അച്ഛനും കൂടുന്ന കുടുംബ വ്യവസ്ഥയിൽ നിന്നും ഈ കുഞ്ഞിലേക്ക് പകർന്നിരുന്നത് ജീവിതത്തിലെ ഓരോ നിമിഷവും ഭാവാത്മകമായി കരുത്തോടുകൂടി ആ മാൻ മേക്കിംഗ് എന്ന് പറയുന്ന മനോഹരമായ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് ഒരു കലയാണ്, മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്ന കലയാണ് ഇവിടെ വിദ്യാഭ്യാസം. അപ്പൊ എത്ര ഉദാരമായ സങ്കല്പമായിരുന്നു എഡ്യൂക്കേഷന് നമ്മൾ കൊടുത്തിരുന്നത്. ഇവിടെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു, ഇവിടെ ഹൃദയമുള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നു, ഇവിടെ ഭാവാത്മകമായ മനസ്സുള്ള മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു, ഇവിടെ കൃതജ്ഞതയുള്ള മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു, ഇവിടെ ലോകത്തോട് ആദരവോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ ശിക്ഷിക്കുന്ന ഇടമല്ല, ഇവിടെ ആനന്ദത്തോടെ ജീവിക്കുന്ന മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്ന ഇടമാണ്. ഇന്ന് ലോകത്തിന്റെ കണക്കെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കെടുപ്പ് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നോ, നമുക്ക് എത്ര ജോലിയുണ്ടെന്നോ, എത്ര പദവി ഉണ്ടെന്നോ മാത്രം നോക്കിയല്ല ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് തീരുമാനിക്കുന്നത്. മനുഷ്യന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് തീരുമാനിക്കുന്നത് അയാൾ എത്രമാത്രം ആനന്ദമുള്ള മനുഷ്യനാണ് എന്നുകൂടി നോക്കിയാണ്. അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഒരു മരണാസന്നരായ രോഗികളെ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സ് എഴുതിയ ആത്മകഥയാണ്. ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉത്തരവാദിത്തമുള്ള, വളരെ പ്രസിദ്ധമായ രീതിയിൽ നടക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായ ഒരു നേഴ്സ് ഏകദേശം 5000-നടുത്ത് വൃദ്ധരായ, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വൃദ്ധരായ മനുഷ്യരെ അവരെ സംരക്ഷിച്ചിരുന്ന ഒരു നേഴ്സിന്റെ ആത്മകഥയാണ്. അവര് ഒരു 1000-ഓളം മനുഷ്യരെ വളരെ അടുത്തിടപെട്ടുകൊണ്ട്, അവരുടെ ജീവിതകാലം മുഴുവനും കൊണ്ട് ധാരാളം മനുഷ്യരെ അവർ അടുത്തിടപെട്ട് അവരുടെ മരണത്തിലേക്കുള്ള അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിമിഷങ്ങളിലൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പിക്ചറിൽ എന്ന പോലെ അയാളുടെ ജീവിതം നോക്കിക്കാണുന്ന നിമിഷങ്ങളായിരിക്കും അയാളുടെ അവസാന നിമിഷങ്ങൾ. താൻ ജീവിച്ചത്, താൻ കടന്നുപോയത്, താൻ കൊടുത്തത്, താൻ അനുഭവിച്ചത്, താൻ നേടിയത്, താൻ കൈവിട്ട് കളഞ്ഞത്, താൻ സ്നേഹിച്ചത്, താൻ നഷ്ടപ്പെടുത്തിയത്, ഇതൊക്കെ ഒരു ചിത്രം പോലെ കാണുന്ന നിമിഷങ്ങളായിരിക്കും വാസ്തവത്തിൽ അവസാന നിമിഷങ്ങൾ. അവിടെ ഒരു ചിത്രഗുപ്തനുമില്ല. ചിത്രഗുപ്തൻ മനോഹരമായ ഒരു സങ്കല്പമാണ്. ആ ചിത്രഗുപ്തൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ചിത്രഗുപ്തൻ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സ്വയം കണക്ക് കൂട്ടുന്നുണ്ടാവാം, ഈ വ്യക്തി എത്രമാത്രം വർത്തായിട്ട്, എത്രമാത്രം മൂല്യവത്തോടെ ജീവിച്ചു എന്ന് സ്വയം കണക്കെടുക്കുന്ന ഒരു നിമിഷം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ പരിചാരികയായ നേഴ്സ് പലരുടെയും മനോഭാവങ്ങളെ, പലരുടെയും അവസാന ചിന്തകളെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പലപ്പോഴും മുതിർന്നവരോട് സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കിയത്, എങ്ങനെ നമ്മുടെ ഈ കാലത്തെ മുതിർന്ന തലമുറയെ നാം ശീലിപ്പിക്കേണ്ടത്, എങ്ങനെ വാർദ്ധക്യം ആനന്ദകരമായി ജീവിക്കാം എന്ന് തന്നെയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണെന്നും വാർദ്ധക്യത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി കുട്ടിക്കാലം മുതൽ ഒരാളെ തയ്യാറെടുപ്പിക്കണം. അയാളുടെ ചിന്തയിൽ രൂപപ്പെട്ടു വരുന്ന ചെറുപ്പകാലം മുതൽ തന്നെ അയാൾക്ക് സംഭവിക്കാവുന്ന വാർദ്ധക്യത്തിൽ വരെ എങ്ങനെ മൂല്യത്തോടു കൂടി ജീവിക്കാം,
അപ്പൊ ഈ തുടക്കത്തിൽ അയാളുടെ കതിരിൽ വളം വെക്കരുത് എന്ന് പണ്ടുള്ളവർ പറയില്ലേ, അതുപോലെ ഇയാളുടെ ജീവിതം ആരംഭിക്കുന്ന, ജീവിതത്തിന് മുളപൊട്ടുന്ന കാലം മുതലേ അതിൽ കൃത്യമായി മൂല്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് അയാളുടെ വാർദ്ധക്യത്തിൽ വരെ അയാൾക്ക് കരുത്താവുന്ന ഒരു ആശയം കൊടുക്കണം. അപ്പൊ ഈ നേഴ്സായിട്ടുള്ള സ്ത്രീ പറഞ്ഞത്, ഇതിൽ പല മനുഷ്യരും അവരോട് തങ്ങളുടെ ജീവിതം പറഞ്ഞപ്പോൾ അവർ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യം, സമാനതയുണ്ടായിരുന്ന കുറെ പേരുടെ ചിന്തകളെയാണ് അവർ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയത്. അവർ പറഞ്ഞത്, പലപ്പോഴും ഞാൻ പലരോടും സംസാരിക്കുമ്പോഴും അവർ വലിയ ജീവിതങ്ങൾ ജീവിച്ചവരാണ്. പല രാഷ്ട്രങ്ങളിൽ പല കമ്പനികളുടെ സിഇഒമാരായി, വലിയ പൊസിഷനിൽ, എല്ലാ സൗഭാഗ്യവും അനുഭവിച്ച്, എല്ലാ സമ്പത്തും നമ്മൾ ഭൗതിക രീതിയിൽ അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ച് ജീവിച്ചവരാണ് ഇതിൽ പലരും. പക്ഷേ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവരോടുള്ള ചില നിമിഷങ്ങൾ, സ്നേഹം പങ്കുവയ്ക്കാവുന്ന ചില സാധ്യതകൾ, കൂടെ ഉണ്ടായിരുന്നവരെ പരിഗണിക്കാമായിരുന്ന ചില നേരങ്ങൾ, ജീവിതത്തിന് മൂല്യമുണ്ടാകും എന്ന് തിരിച്ചറിയുന്ന പല നിമിഷങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാൻ മറന്നുപോയല്ലോ എന്ന് ഇവർ പലരും ഇവരുടെ ജീവിതത്തിന്റെ അന്ത്യകാലത്ത് പരിഭവിച്ചത്രേ. അപ്പൊ ഇതിന്റെ കൺക്ലൂഷനായിട്ട് ഇവർ പറയുന്നത്, ഏറ്റവും മനോഹരമായി വാർദ്ധക്യത്തെ ആനന്ദകരമായി ജീവിക്കുവാൻ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുതൽ പരിശീലനം കൊടുക്കണം എന്ന് ഇവർ ഇതിനൊരു കൺക്ലൂഷനായിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ജീവിക്കേണ്ട ഒരു തലമുറയെ, ജീവിക്കുവാൻ ജീവിതം മുന്നിൽ നിൽക്കുന്ന ഒരു തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് അവരിലേക്ക് ആശയങ്ങളുടെ കരുത്ത്, നാം അവർക്ക് വേണ്ടിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടും. അവരുടെ ജീവിതം നല്ല നിലയിലാവാനായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടും. അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ ആ വ്യക്തിക്ക് സ്വതന്ത്രമായി വളരാനുള്ള ഒരു ആത്മവിശ്വാസമുള്ള ഒരു പരിസരം വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും അതിലും വലിയ ഒരു സമൂഹത്തിലും ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നു. അതിന് ഒരു മൂല്യവ്യവസ്ഥയുള്ള ഒരു സമ്പ്രദായമാണ് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ ഉപനിഷത്ത് വൈദിക പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ പറയുന്ന, വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ ഗുരുവും ശിഷ്യനും ഒരുമിച്ചിരുന്ന് വിദ്യാഭ്യാസത്തിന്റെ തുടക്കം എന്ന് പറയുന്ന സഹനാവവതു എന്ന പ്രാർത്ഥനയില്ലേ, സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഈ പ്രാർത്ഥന വാസ്തവത്തിൽ ഇത് വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാന്തിപാഠമാണ്. ഈ ശാന്തിപാഠം, ഈ ആശയങ്ങൾ തന്നെയാണ് നമ്മുടെ വൈദിക ചിന്ത ലോകത്തോട് പ്രസരിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. ഈ ശാന്തിപാഠം നമ്മളൊരു ഉദാഹരണമായി അതിൽ നിന്ന് ഒന്നെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആശയപരമായി ഈ വൈദിക വാങ്മയം മുഴുവനും ലോകത്തോട് സംസാരിച്ചത് ഇതിന്റെ തന്നെ വിപുലീകരണമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാശയത്തെ ഏറ്റവും ചെറുതായി സൂത്രമായി ചുരുക്കാനും ആ ആശയത്തെ ഏറ്റവും വലുതായി വ്യാഖ്യാനിക്കാനും നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ ചിന്തയ്ക്കും സാധ്യതയുണ്ട്. സഹനാവവതു, ഒരു ഭാരതം കരുത്തുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാൻ കൊടുത്ത വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം എന്താണ് വിദ്യാഭ്യാസം? രണ്ടുപേർ ചേർന്ന്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നാണ് അറിവുകൾ പ്രവഹിക്കുന്നത്. ഗുരു ഉന്നതനും ശിഷ്യൻ ആ അറിവ് സ്വീകരിക്കുന്ന അത് സ്വീകരിക്കുന്നവനും നൽകുന്നവനുമാണ്. പക്ഷെ ഭാരതത്തിൽ എപ്പോഴും ഈ സ്വീകരിക്കുന്നവനും നൽകുന്നവനും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വലിയൊരു പാരസ്പര്യ
പാരമ്പര്യം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വലിയ പ്രത്യേകതയായിരുന്നു. നാം നേരത്തെ പറഞ്ഞതുപോലെ ഭയമില്ലാതായാലേ വളരെ സുഗമമായ ആശയങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. കുട്ടി അമ്മയിൽ നിന്നും ഏറ്റുവാങ്ങുന്ന അറിവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മയോട് അവന് ഭയമുണ്ടാവരുത് എന്നത് തന്നെയാണ്. അവൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് വന്ന് അവന്റെ അബദ്ധങ്ങളും അവന്റെ മണ്ടത്തരങ്ങളും അവന്റെ വീരവാദങ്ങളും ഒക്കെ അമ്മയോട് വന്ന് ധൈര്യമായി പറയാം എന്ന ഒരു സ്ഥിതിയുള്ളിടത്ത് നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. നമ്മളൊക്കെ എപ്പോഴും വിദ്യാർത്ഥികളുടെ അമ്മമാരോട് സംസാരിക്കുമ്പോൾ, അമ്മമാരോടാണ് കൂടുതൽ സംസാരിക്കാൻ അവസരം കിട്ടാറ്, അമ്മമാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ കുട്ടിയുടെ കാര്യങ്ങൾ അവനെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു PTA മീറ്റിങ്ങിന് വന്ന ഒരു പാരന്റ് എന്നോട് പറഞ്ഞത്, എനിക്ക് നല്ല തിരക്കാണ്, കുട്ടിയുടെ കാര്യമൊന്നും സംസാരിക്കാനേ നേരം കിട്ടാറില്ല. അവനെന്തെങ്കിലും ഭക്ഷണം എടുത്തു കൊടുത്ത്, അവനെന്തെങ്കിലും കാർട്ടൂൺ വെച്ചു കൊടുത്ത്, അവനെന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്ത്, നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏത് കുട്ടികളെ നമ്മൾ എവിടെ പോയി നമ്മുടെ ഒരു ഗെറ്റ് ടുഗദറുകളിൽ പോയിരുന്നാലും നമ്മുടെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കയ്യിലൊരു മൊബൈലോ ഒരു കാർട്ടൂണോ കൊടുക്കണം, എന്നാലേ നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കൂ. അത് പുതിയ കാലത്തിന്റെ മാറ്റമാണ്, അതിനെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അവരോട് ഹൃദയം കൊണ്ട്, ഒരു അമ്മയോട് അച്ഛനോട് ഈ കുട്ടിക്ക് തൻ്റെ ഭയം മറന്ന് എല്ലാം പറയാം എന്നുള്ളിടത്ത് ഒരു വലിയ സാധ്യതയാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത്. ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വലിയൊരു ഉത്തരവാദിത്തം ആ കുടുംബാംഗങ്ങളുടെ. അധ്യാപകൻ എന്നത് ആരംഭിക്കുന്നത് വസ്ത്രത്തിൽ ഈ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന്, ഈ അച്ഛന്റെ കരുതലിൽ നിന്ന്, ഈ കുടുംബത്തിന്റെ സഹവർത്തിത്വത്തിൽ നിന്ന് അധ്യാപകന്റെ ആദ്യത്തെ ചുമതല ആരംഭിക്കുന്നു. അപ്പൊ സഹനാവവതു എന്ന് പറയുന്നത് ഞാനും നീയും ചേർന്ന് പൂരിപ്പിക്കുന്ന നിന്നിലെ അറിവ്. അതിന് വലിയ അർത്ഥമുണ്ട്. ഒരു വ്യക്തിയെ അറിവുള്ളവനാക്കി തീർക്കേണ്ടത് സമൂഹം കൂടിയാണ്. ഒരു വ്യക്തിയെ അറിവുള്ളവനാക്കി തീർക്കുന്നത് അവനോട് ഇടപെടുന്നവരാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നത് ഒരു ബോധമുള്ള വ്യക്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവനെ രൂപപ്പെടുത്തുന്നതിന്, അവനെ മാനസികമായി അവനെ ശാരീരികമായി കരുത്തുള്ളവനാക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും, അത് പുസ്തകങ്ങളായാലും ചിന്തകളായാലും മഹാത്മാക്കളുടെ സാന്നിധ്യമായാലും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് അവന്റെ ജീവിതത്തിൽ വലിയ കരുത്തായിരിക്കും. അപ്പൊ സഹനാവവതു എന്ന് പറയുന്നത് അറിവ് എന്നെയും നിന്നെയും രക്ഷിക്കട്ടെ, ഞാനും നീയും ചേർന്ന് പൂരിപ്പിക്കുന്ന അറിവിന്റെ, നിന്നിലെ അറിവിന്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക്, നിന്നിലെ അറിവിന്റെ അജ്ഞതയുടെ ഇടങ്ങളിലേക്ക് എവിടെ നിന്നൊക്കെയോ അറിവുകൾ വന്നു ചേരട്ടെ, നല്ല അറിവുകൾ വന്നു ചേരട്ടെ, സത്സംഗങ്ങൾ വന്നു ചേരട്ടെ, ആശയങ്ങൾ വന്നു ചേരട്ടെ. ഇത് നിന്നെ രക്ഷിക്കട്ടെ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇത് നിന്നെ രക്ഷിക്കട്ടെ. അപ്പൊ അറിവ് കൊടുക്കുമ്പോൾ എത്ര വിശാലമായ അർത്ഥമാണ് നാം ഭാരതത്തിൽ കണക്കാക്കിയിരുന്നത്. രക്ഷിക്കുന്നതാവണം അറിവ്. പുലർഭുനക്തു സഹനൗ ഭുനക്തു, നമ്മെ പുലർത്തുന്നതാവണം അറിവ്. മാന്യമായി ജീവിക്കുവാനുള്ള അവസരമുണ്ടാക്കുന്നതാവണം അറിവ്. അടുത്ത വരി, അടുത്ത പാദം വലിയ പ്രാധാന്യത്തോടെ കൂടെ നാം ചിന്തിക്കേണ്ടതാണ്. സഹവീര്യം കരവാവഹൈ. ഇത് പുതിയ തലമുറയോട് നാം നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കണം. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയില്ലേ, ബലം ബലം ബലം. ഒരു 100 വർഷത്തേക്ക് നിങ്ങൾ ഈ മന്ത്രം ജപിക്കൂ. ഇത് മനസ്സിന്റെ ബലം മാത്രമല്ല, ഇത് ശരീരത്തിന്റെ ബലം കൂടിയാണ്. ശരീരത്തിന് ബലമുള്ള ഒരു തലമുറയിലെ മനസ്സിന് ബലമുണ്ടാവുകയുള്ളൂ. അപ്പൊ അവന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടെ, എൻ്റെ അമ്മ ഒരു പ്രൈമറി ടീച്ചറാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് ഒരിക്കല് ഒരു PTA മീറ്റിങ്ങിന് വന്ന പാരന്റും കൂടെ വന്നപ്പോഴേക്കും ഈ കുട്ടിയോട് ഇവരെ ടീച്ചർമാർ വളരെ കൗതുകത്തോട് ചോദിച്ചു, മോൻ ഇന്ന് എന്താ രാവിലെ കഴിച്ചേ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, എന്താന്ന് പറഞ്ഞൂടെ, ഒരു വൈറ്റ് സാധനം അമ്മ വായിൽ കൊണ്ടുവന്ന് തന്നു,
അവൻ കഴിച്ചോണ്ടിരുന്നു മൊബൈലിൽ നോക്കിയിട്ട്. എന്താ കഴിക്കുന്നതെന്നും കൂടെ അറിഞ്ഞൂടാ. ഇഡ്ഡലിയൊക്കെ ആയിരിക്കും കൊടുത്തത്, അവൻ എന്താ കഴിക്കുന്നതെന്ന് കൂടെ അറിഞ്ഞുകൂടാ. മറിച്ച് എന്തൊക്കെയോ അമ്മ വായിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു, അവൻ അറിയാതെ കഴിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, ഈ ഭക്ഷണത്തിൽ ആരംഭിക്കാം ഒരു വ്യക്തിയുടെ രൂപപ്പെടൽ. ഈ ഭക്ഷണത്തിൽ ആരംഭിക്കാം ഒരു വ്യക്തിയുടെ കൃതജ്ഞത. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മയ്ക്കൊരു വലിയ, ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടത് അമ്മയാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, അടുക്കളയും അമ്മയുടേതാണെന്ന് പറയില്ല കേട്ടോ. അത് ഒരു കുടുംബത്തിൻ്റെതാണ്. ഒരു കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ കുട്ടിയെ വളർത്തുക എന്നുള്ളത്. മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ അവന്റെ ബന്ധത്തിൽ നിൽക്കുന്നവരുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തി രൂപപ്പെട്ടിട്ട്. കാരണം ജീവിച്ചു കഴിഞ്ഞവർ അവരെ കുറെ പേരുണ്ട്. ജീവിച്ചു കഴിഞ്ഞവരുടെ ജീവിതാസക്തി നശിച്ചവരുടെ എല്ലാം പ്രയോറിറ്റി ഇനി ജീവിക്കാനുള്ളവർക്കാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഒരു കുട്ടിയെ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്നും നമുക്കൊരു വലിയ സംസ്കാരം കൊടുക്കാം. ഒരു ഉരുളയോടൊപ്പം ഒരു വലിയ സംസ്കാരം നമുക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ സാധിക്കും. ഈ അരിമണി നിന്റെ മുന്നിലെത്താൻ മസൂദ് നായർ സാറിന്റെ ഒരു വലിയ ആശയം നിറഞ്ഞൊരു കവിതയുണ്ട്. കവിതയുടെ വരികൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു അരിമണിയെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ വയൽ എത്ര തപിച്ചിട്ടുണ്ടാകും എന്ന് ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം ഒരു അരിമണി എടുത്ത് നിനക്ക് അന്നമായി നിന്റെ ശരീരം സംരക്ഷിച്ചു തരണമെങ്കിൽ അതിന് വയലേലകളിൽ പണിയെടുത്ത കർഷകൻ മുതൽ, വെയിലുകൊണ്ട് അത് നനച്ച കർഷകൻ മുതൽ, അതിൽ പണിയെടുത്ത മനുഷ്യർ മുതൽ നിന്റെ മുമ്പിൽ ഇതെത്തിച്ച് നിനക്ക് പാകം ചെയ്തു തരുന്ന നിന്റെ വീട്ടിലെ ഈ മുമ്പിൽ നീ കാണുന്നവർ വരെയുള്ളവരുടെ മനുഷ്യ പ്രയത്നം നീ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ളിലുണ്ട് കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അരിമണിയെ നിന്റെ മുന്നിൽ എത്തിക്കാൻ എത്രയോ കാലം ഒരു പാടം വിയർത്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു മണി അരി നീ കളഞ്ഞാൽ അത് അർഹതയുള്ള ഏതോ ഒരു മനുഷ്യന് കിട്ടിയില്ല എന്നുകൂടിയാണ് അർത്ഥം. ഈ പ്രപഞ്ചം അതിന്റെ വിഭവങ്ങളെ രൂപപ്പെടുത്തുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ഒരാൾക്ക് കിട്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കൂടുതൽ അനുഭവിക്കുന്നു എന്നാണ്. ഈ വലിയ സാമൂഹ്യബോധം അവന്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കാം. ഈ വിശാലമായ സാമൂഹ്യബോധം അവന്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കാം. അവന് വേണ്ടിയിട്ട് ഭക്ഷണം മുന്നിലുണ്ടാക്കി നിരത്തി വെച്ച് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വേറൊന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മറ്റൊന്ന് കൊണ്ടു കൊടുക്കുന്ന നമ്മൾ അവന്റെ ജീവിതത്തിലേക്ക് എന്തോ ഒരു വെള്ള സാധനം അമ്മ വച്ചു തന്നു എന്നതിനപ്പുറത്ത് എന്തൊരു ഭാവം അവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, എന്തൊരാശയം അവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിന്, ഒരു മനുഷ്യ ശിശുവിനെ രൂപപ്പെടുത്തുന്നതിന് ഒരു സമൂഹം വലിയ കരുതലോട് കൂടിയിട്ട്, അവന് സ്കൂളുകളും സർക്കാരും സർവകലാശാലകളും കൊടുക്കുന്ന വിദ്യാഭ്യാസം അവനെ വലിയ നിലയിൽ ജീവിക്കാൻ എത്തിക്കുമായിരിക്കാം. പക്ഷെ വലിയ നിലയിൽ നിന്നുകൊണ്ട് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്ന മനുഷ്യനാവാതിരിക്കണമെങ്കിൽ അവൻ ആത്മവിശ്വാസം കൊടുക്കണം. അപ്പൊ വീര്യം എന്ന ഭാരതത്തിന്റെ ആശയത്തിന് വലിയ അർത്ഥസാധ്യതകളുണ്ട്. വീര്യം എന്നത് ഒരു വ്യക്തിയുടെ സ്വത്വമാണ്, ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസമാണ്, ഒരു വ്യക്തിയുടെ കൃതജ്ഞതയാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്തകളിൽ പോലും ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്ന് ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള പല ഈ രോഗത്തിന് മരുന്ന് എന്നത് ഏറ്റവും അവസാനത്തെ ചിന്തയാവേണ്ടതാണ്. രോഗത്തിന് ജീവിതം കൊണ്ടാണ് നമ്മൾ പ്രതിവിധി ഉണ്ടാക്കേണ്ടത്. ഭക്ഷണമാണ് ഏറ്റവും ആദ്യത്തെ മരുന്ന്, നല്ല ചിന്തയാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് നമ്മുടെ ഋഷിമാർ ചിന്തിച്ചതാണ്. രോഗത്തിന് പല മാറാരോഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും വലിയ
വലിയ സങ്കല്പമുള്ള പല ഭിഷഗ്വരന്മാരും പങ്കുവച്ചിട്ടുള്ള ആശയം, ഒരു മനുഷ്യന്റെ രോഗങ്ങളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് അവന്റെ മനസ്സിലെ ചിന്തകൾ കൂടിയാണ് എന്നാണ്. കൃതജ്ഞതയുണ്ടായിരിക്കുക, കൃതജ്ഞതയോടുകൂടിയിട്ട് എനിക്ക് അമ്മ ഉരുട്ടിത്തരുന്ന ഈ ചോറ്, ഈ അരിമണിക്കുള്ളിൽ, ഈ ചോറുരുളക്കുള്ളിൽ ആരോടൊക്കെയോ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന്, എൻ്റെ അച്ഛൻ്റെ കാശ് കൊടുത്ത പണം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന ചിന്തയ്ക്കപ്പുറത്ത് ആരോടൊക്കെയോ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ കൃതജ്ഞത ഉണ്ടാക്കി കൊടുക്കുക. ഈ കൃതജ്ഞത അവൻ്റെ ജീവിതാന്ത്യം വരെ അവനിൽ നിലനിൽക്കും. സമൂഹത്തോട് ആദരവുണ്ടാക്കി കൊടുക്കുക. ഇത് അവൻ്റെ ജീവിതത്തിന് എന്നും കരുത്തായി നിലകൊള്ളും. പല ഡോക്ടർമാരുടെയും അഭിമുഖങ്ങളിൽ നാം കാണുന്നത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന ഡിപ്രഷനുകൾ, വർദ്ധിച്ചു വരുന്ന ആകുലതകൾ, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്നതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് ഈ ജീവിതത്തോട് തോന്നുന്ന ഈ കൃതജ്ഞത ഇല്ലാതിരിക്കുമ്പോഴാണ് നാം രോഗിയാവുന്നത്. ജീവിതത്തോട് നന്ദി ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം വെറുതെയായി എന്ന് തോന്നുന്നത്. ജീവിതത്തോട് ഭാവാത്മകമായി നമ്മുടെ മനസ്സ് മാറാതിരിക്കുമ്പോഴാണ് ഞാനൊരു വേസ്റ്റാണ് എന്ന് തോന്നുന്നത്. എനിക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മനസ്സിനെ വല്ലാതെ സ്പർശിച്ചൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ മിടുക്കിയായി പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ സാധിച്ചില്ല. കുട്ടികളെ നോക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം വന്നു, കുടുംബത്തിന്റെ വലിയൊരു ഉത്തരവാദിത്തം വന്നു. അതുകൊണ്ട് അവർ ഔദ്യോഗികമായി വലിയ നിലയിലെത്തിയില്ല. കുട്ടികളെ വളർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഇവരുടെ രണ്ട് പെൺകുട്ടികൾ ഹൈസ്കൂൾ ക്ലാസ്സിലെത്തിയപ്പോൾ ഒരിക്കൽ ഇവരുടെ സ്കൂളിലെ ടീച്ചർ ഇവരെ വിളിപ്പിച്ചത്രേ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വിദ്യാഭ്യാസമുള്ളത്? അപ്പൊ അവരവരുടെ എഡ്യൂക്കേഷൻ പറഞ്ഞു. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത്? അപ്പൊ അവർ പറഞ്ഞു, എൻ്റെ കുടുംബ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ടീച്ചർ പറഞ്ഞത്, നിങ്ങളുടെ മകൾ മറ്റൊരു കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങളുടെ മകൾ അവളുടെ സുഹൃത്തിനോട് പറഞ്ഞത്രേ, എൻ്റെ അമ്മയുടെ ജീവിതം ഒരു വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്രേ. നോക്കൂ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൗമാരക്കാരിയായ മകൾ എൻ്റെ അമ്മയുടെ ജീവിതം ഒരു വെറുതെ ആയിപ്പോയി എന്ന് അവരുടെ സുഹൃത്തിനോട് പറയുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു ദൗർഭാഗ്യം ഈ കുട്ടിക്കുണ്ടായപ്പോൾ എത്രയോ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പാഠം എത്രയോ ഉയർത്തിട്ടുണ്ടാം. ഈ കുഞ്ഞിനെ രൂപപ്പെടുത്തുന്നതിൽ ഈ അമ്മയുടെ മനസ്സ് എത്ര കാലം ഉറക്കമില്ലാതെ അവൾക്ക് കൂട്ടിരുന്നിട്ടുണ്ടാകാം എന്ന് പോലും തിരിച്ചറിയാത്ത മകളെ കുറിച്ച് ആ അമ്മ എത്രമാത്രം ആ നിമിഷം ഞെട്ടിയിട്ടുണ്ടാകാം. എന്നെ വിളിച്ചൊരു 20 മിനിറ്റോളം ഒരു വലിയ കരച്ചിലിന് ശേഷമാണ് ഈ കുട്ടി ഈ അനുഭവം പറഞ്ഞത്. എത്രയോ സമാധാനിപ്പിച്ചതിന് ശേഷമാണ് അവളൊന്ന് സംസാരിക്കാറായതെന്ന് ഞാൻ ആ ദിവസത്തെ ഓർത്തെടുക്കുന്നു. ഇത് ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ തലമുറയിലെ പല സ്ത്രീകളും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ പുതിയ തലമുറ നമ്മളോട് നിങ്ങളുടെ ജീവിതം എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നത് കേൾക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മളുടെ പുതിയ തലമുറയോട് ചെറുപ്പകാലം മുതലേ അവരോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ജീവിതം എന്നതിനെക്കുറിച്ച്, നന്ദി ഉണ്ടാവുക എന്നതിനെക്കുറിച്ച്, കൃതജ്ഞത ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് അവരോട് നിരന്തരമായി പറഞ്ഞു കൊടുക്കുക. സന്ധ്യയ്ക്ക് നാമം ജപിക്കുക എന്നാൽ, വിളക്ക് കത്തിക്കുക എന്നാൽ ഭൗതികമായ ഒരു വിളക്ക് കത്തിക്കൽ കർമ്മമല്ല. നാമം ജപിക്കുക എന്ന അധരത്തിന്റെ വ്യായാമവുമല്ല. അതൊരു ടേപ്പ് റെക്കോർഡർ വേണമെങ്കിൽ നിർവഹിച്ചോളൂ. നാമം ജപിക്കുക എന്ന നാവിന്റെ വ്യായാമമല്ല, മറിച്ച് ഓരോ നാമത്തിലും നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് ഈ പ്രകൃതി എന്ന വലിയ അനുഗ്രഹങ്ങളിൽ, എത്രയോ അനുഗ്രഹങ്ങളിൽ നിറഞ്ഞാണ് നാം ജീവിക്കുന്നത്.
കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നൊരു വലിയ തിയറി ഉണ്ട്. ഞാൻ എൻ്റെ പരിഭവങ്ങൾ പറയുമ്പോൾ, ഞാൻ എൻ്റെ പരാതികൾ പറയുമ്പോൾ, ഞാൻ എൻ്റെ സാധ്യതകളെക്കുറിച്ച്, ഞാൻ എന്ന വ്യക്തിയുടെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുക. പുതിയ തലമുറയോട് നിരന്തരമായി നാം പറഞ്ഞു കൊടുക്കണം, ത്യാഗമാണ് ഈശ്വരൻ, കൃതജ്ഞതയാണ് ഈശ്വരൻ, ജീവിതത്തോട് തോന്നുന്ന നന്മയാണ് ഈശ്വരൻ, വിനയമാണ് ഈശ്വരൻ. ഇതാണ് ജീവിതം പറയുക എന്നാൽ ആത്മീയതയാകുന്നു എന്ന് നാം ആദ്യം സൂചിപ്പിച്ചത്. ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ ഈശ്വരൻ പോലും ജീവിതത്തിന് കരുത്താകുന്ന ഒരു കൂട്ടാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ഒരു ബാലഗോപാലന്റെ കഥയില്ലേ? ചെറിയ കുട്ടിക്ക് വലിയ പേടിയാണ്, കാട് കടന്ന് അപ്പുറത്ത് വേണം സ്കൂളിൽ പോവാനായിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു, നിന്റെ ചേട്ടൻ, അമ്മ ഒറ്റയ്ക്കാണ്, ഇവരെ ഈ സ്ത്രീ കുട്ടിയെ ഒറ്റയ്ക്കാണ് വളർത്തുന്നത്. അപ്പൊ പറഞ്ഞു, കാട്ടിൽ നിന്റെ ചേട്ടനുണ്ട്, ചേട്ടനെ കാട്ടിൽ പോയി വിളിച്ചാൽ മതി, ചേട്ടൻ കൂടെ വരും, കാട് കടത്തി വിടും എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് കുട്ടി അങ്ങനെ തന്നെ വിശ്വസിച്ചു. കാട്ടിൽ പോയി ബാലഗോപാലൻ എന്ന ചേട്ടനെ ഉറക്കെ വിളിച്ചു. കൂടെ വന്നത്രേ. എല്ലാ ദിവസവും ഇവനെ കാട്ടിൽ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിരുന്നത് ഈ ചേട്ടനായിരുന്നു അത്രേ. അമ്മ വളരെ തമാശയ്ക്ക് പറഞ്ഞ ഒരു കഥ ഈ കുട്ടി ഭാവാത്മകമായി ഉൾക്കൊണ്ട് കൂട്ടുകാരനാക്കി ഭഗവാനെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭഗവാൻ നമുക്ക് കൂട്ടാകുന്ന, ധൈര്യമാകുന്ന ഭഗവാനായിരുന്നു. ആത്മവിശ്വാസമേകുന്ന ദർശനങ്ങൾ എന്ന ചെറിയൊരു ശീർഷകത്തിൽ കുറച്ചു നേരം ചിന്തിച്ചത് വലിയ കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് കൃതജ്ഞതയാണ് ഈശ്വരൻ എന്നതാണ്, നന്മയാണ് ഈശ്വരൻ എന്നതാണ്, അന്യനെ ബഹുമാനിക്കുന്നതാണ് ഈശ്വരൻ എന്നതാണ്, അപരനോട് തോന്നുന്ന ആദരവാണ് ഈശ്വരൻ എന്നതാണ്, ഒരു മണി അരിക്ക് പിന്നിൽ ഒരു ജീവിതമുണ്ട് എന്നതാണ്. ഇതൊക്കെയാണ് സഹവീര്യം കരവാവഹൈ. എങ്ങനെ ഞാൻ വീരനാകും? നീ നന്ദിയുള്ളവനായാൽ വീരനാകും, നീ കൃതജ്ഞതയോടെ ഇരുന്നാൽ വീരനാകും. മാവിദ്വിഷാവഹൈ എന്നതാണ് ഭാരതം മുന്നോട്ട് വെച്ച ഏറ്റവും ഉന്നതമായ മറ്റൊരാശയം. അത് ലോകരാഷ്ട്രങ്ങളോടുള്ള ഭാരതത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇവിടെ വിദ്വേഷമില്ല, ഇവിടെ വിദ്വേഷത്തിന്റെ വിത്തുകളല്ല വമിപ്പിക്കുന്നത്, ഇവിടെ മത്സരങ്ങളില്ല, ഇവിടെ മത്സരത്തിന്റെ ചിന്തകളല്ല ലോകത്തോട് സംസാരിച്ചത്. എല്ലാവരും ജയിക്കുന്ന ഒരു പരീക്ഷയെ കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. ഒരാൾ ഒന്നാമനാകുന്ന പരീക്ഷയല്ല, എല്ലാവരും ജയിക്കുന്ന പരീക്ഷ. ഇത് ചിലപ്പോൾ നമ്മൾ അത്യപൂർവമായി ചില കുട്ടികളിൽ കാണും. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സ്പോർട്സ് കോമ്പറ്റീഷന്റെ ഒരു വീഡിയോ ചിത്രം പ്രചരിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നടന്നതായിരുന്നു അത്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഓട്ട മത്സരമാണ്. അപ്പൊ അവർ അവരുടെ വയ്യാത്ത കാലുകൊണ്ട് പതുക്കെ കഷ്ടപ്പെട്ടാണ് ഓടുന്നത്. അതിൽ 8-10 പേര് ഒരുമിച്ച് ഓടുന്നതിനിടയിൽ ഒരു കുട്ടി വീണുപോയി. നമ്മൾ പഠിപ്പിക്കുന്നത് വീണവൻ അവിടെ കിടന്നോട്ടെ, നിനക്ക് ഉദ്ദേശം ഫസ്റ്റ് മേടിക്കലാണ് എന്നതാണ്. പക്ഷെ അത് മറന്നുകൊണ്ട് വീണവനെ ചവിട്ടിയിട്ടിട്ട് മുന്നിൽ പോയി സമ്മാനം മേടിക്കുന്നതിന് പകരം ആ കുട്ടി വീണപ്പോൾ ആ 10 കുട്ടികളും ഓട്ടം നിർത്തി അവിടെ നിന്നു. ഇത് അത്യപൂർവമായി സംഭവിക്കുന്നതാണ്. എന്നിട്ട് തിരിച്ചു വന്ന് ഈ വീണ കുട്ടിയെ, ഫസ്റ്റ് നഷ്ടപ്പെടുവവന്, ഫസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കുട്ടി ആദ്യം ഓടി, പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് അവനും തിരിച്ചു നിന്നിട്ട് അവനും തിരിച്ചു വന്ന് ഈ വീണവനെ കൈകൊണ്ട് പൊക്കിയെടുത്ത് ഈ 10 കുട്ടികളും ഒരുമിച്ച് നടന്ന് ഒന്നാം സമ്മാനത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്തത്ര. ഇതവന്റെ ഉള്ളിൽ എവിടെയോ കിടന്നിരുന്ന ഈ നാട് കൊടുത്ത മൂല്യമാണ്. എല്ലാവരും ജയിക്കുന്ന പരീക്ഷയേക്കാൾ മനോഹരമായ ഒരു പരീക്ഷ ഈ ലോകത്തിൽ നടക്കാനില്ല. അപ്പൊ മത്സരങ്ങൾക്കപ്പുറത്ത് നമ്മൾ ഈ മനുഷ്യ നിർമ്മാണം എന്ന കല നടക്കുന്നിടമാണല്ലോ വിദ്യാഭ്യാസ സ്ഥാപനം. അപ്പൊ മത്സരങ്ങൾക്കപ്പുറത്ത് കലയുടെ ആനന്ദത്തോടു കൂടിയിട്ട് ഒരു അറിവിനെ സ്വീകരിക്കാനുള്ള ഇടമാക്കി നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് മാറ്റിയാൽ അവിടെ നിന്നും ആത്മവിശ്വാസമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാം. ഒരു രാജ്യത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് ആത്മവിശ്വാസമുള്ള പൗരന്മാരെ സൃഷ്ടിച്ച്
നാളത്തെ സമൂഹത്തെ സുഭദ്രമാക്കുക എന്നത് മാത്രമാണ്. അവൻ ലോകത്തെവിടെ പോയി ജീവിക്കട്ടെ, ഏത് ലോകരാഷ്ട്രങ്ങളിലും ജീവിക്കട്ടെ, ഇവിടെ നിന്ന് കൊടുത്തത് പൈതൃകത്തിന്റെ കരുത്താണ്, ഇവിടെ നിന്ന് കൊടുത്തത് പാരമ്പര്യത്തിന്റെ കരുത്താണ്, ഇവിടെ നിന്ന് കൊടുത്തു വിട്ടത് പാഥേയം എന്നൊരു പ്രയോഗമില്ലേ നമുക്ക്? പണ്ട് ഈ വെൺമണി കവിതകളില് കൃഷ്ണനെ അമ്മ പുറപ്പെടുവിക്കുന്ന ഒരു കവിതയുണ്ടല്ലോ. ചോറൊക്കെ പൊതിഞ്ഞ് അതിൽ വറുത്തൊരു പേര് പതിച്ചിട്ടും ഈ രണ്ടുരുളയും എന്റെ മുരളിയും, ഇങ്ങനെ പൊതിച്ചോറ് കൊടുത്തു വിടുന്ന ഒരു സംഭവമില്ലേ? ഈ ലോകത്ത് എവിടെ പോയാലും അമ്മ നൽകിയ ഒരു പാഥേയം എന്ന് പറയുന്നത് അതൊരു വലിയ കരുത്താണ് മനുഷ്യൻ. ഈ ഒരു പാഥേയം ലോകത്തെവിടെ പോകുമ്പോഴും നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ ഈ പൊതിച്ചോറ്, ഈ പാഥേയം കൊടുത്തുവിടാൻ നമുക്ക് സാധിക്കണം. ഇത് ഇന്ത്യ എന്ന, ഭാരതം എന്ന സംസ്കാരത്തിന്റെ പാഥേയമാണ്. ഇതാവട്ടെ അവനെ ആത്മവിശ്വാസത്തോടെ വളർത്തുന്നത് എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ട്, ഒരു ക്ഷേത്ര സന്നിധിയിൽ ഒരു മഹായജ്ഞത്തിന്റെ ഭാഗമായി നാം ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുന്നു, നമ്മുടെ മനോരഥങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തലമുറയ്ക്കായി, കരുത്തുള്ള പുതിയ തലമുറയ്ക്കായി, ആത്മവിശ്വാസമുള്ള പുതിയ തലമുറയ്ക്കായി നാം ചെയ്യുന്ന സങ്കല്പങ്ങളൊന്നും വെറുതെയാകില്ല എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.